ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു ടീ ടൈം സ്നാക്കാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ഉള്ളിക്കിളിക്കൂട്. പേര് പോലെ തന്നെ ഇത് കാണാനും ഒരു ചെറിയ കിളിക്കൂട് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത്. വീട്ടിലെ ഗസ്റ്റുകളൊക്കെ എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കിളിക്കൂടിൻ്റെ മെയിൻ 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ടയും സവാളയാണ്. അപ്പോൾ സവാള ഞാൻ ഓൾറെഡി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാൻ ഇതുപോലെ വളരെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളിക്കിളിക്കൂട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിരുമ്മി വയ്ക്കണം. ഇതൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സവാളയിൽ ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ തിരുമ്മി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനൊക്കെ ഉള്ളിൽ തന്നെ ഈ സവാളയിൽ നിന്ന് വെള്ളം ഊറി വരും. ആ വെള്ളത്തിലാണ് നമ്മൾ പിന്നീട് കടലമാവും മറ്റ് പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അതല്ലാതെ നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാതെ ഇതുപോലെ സവാളയിൽ ഉപ്പ് ചേർത്ത് പുരട്ടി വെച്ചിട്ട് അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ പൊടി ചേർത്ത് ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇൻ കേസ് അതുപോലെ അത്രയധികം നേരം വെക്കാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ തിരുമ്മി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ സവാളയും ഇഞ്ചിയും പച്ചമുളക് കറിവേപ്പില ഉപ്പെല്ലാം ചേർത്തിട്ട് നല്ലപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടി എടുത്ത് വെക്കുക. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇതിൽ നിന്ന് നല്ലപോലെ സവാളയൊക്കെ ഒന്ന് വാടി അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഊറി വരും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അത്യാവശ്യം ഈ സവാളയിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കുക ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ സവാളയുടെ ആ ഒരു പച്ചപ്പൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂണോളം കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലപ്പൊടിയുടെ ഒക്കെ അളവ് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഈ സവാളയിൽ നിന്ന് ഊറി വരുന്ന ആ വെള്ളത്തിനനുസരിച്ച് കടലമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഈ കടലമാവിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂണോളം മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികളൊക്കെ. ഈ സവാളയിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിൻ്റെ ആ കണക്കിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കടലമാവും മൈദയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് 4 ടീസ്പൂണോളം കടലമാവും 2 ടീസ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ എനിക്കിങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ് പറയാനായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് 1-2 ടീസ്പൂണോളം കൂട്ടിയിട്ടാൽ മതി. ഇതിൽ ഒരുപാട് മാവ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ എപ്പോഴും കൂടുതലായിട്ട് നിൽക്കേണ്ടത് സവാള തന്നെയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു 1.5 ടീസ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അളവ് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ നനവിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഉള്ളി ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് മാവ് ഇതിന് ആവശ്യമില്ല. ഇതിനെപ്പോഴും കൂടുതലായിട്ട് നിൽക്കേണ്ടത് സവാള തന്നെയാണ്. അതുകൊണ്ട് തന്നെ കടലമാവും മൈദയൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നേരം കൊണ്ട് തന്നെ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നടുവേ മുറിച്ച് വെച്ചിട്ടാണ്. അതുപോലെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ആദ്യം തന്നെ ഞാനിതുപോലെ കയ്യിൽ കുറച്ച് സവാള ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കയ്യിൽ തന്നെ ഒന്ന് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ പൊതിയുമ്പോൾ മുട്ട മുഴുവനായിട്ട് കവർ ചെയ്യുന്ന നിലയ്ക്ക് പൊതിയരുത്. സൈഡ് മാത്രം കവർ ചെയ്യുന്ന നിലയ്ക്ക് മാത്രമേ ഇതൊന്ന് പൊതിഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതുപോലെ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ചിരിക്കുന്ന ഈ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർന്ന് വിട്ടു പോകും. അപ്പോൾ ഇതുപോലെ കാണുമ്പോൾ തന്നെ ചെറിയൊരു കിളിക്കൂട് പോലെ തോന്നിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ സവാളയിൽ മുട്ട പൊതിഞ്ഞെടുക്കാനായിട്ട്. മുട്ട മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇത് ചെയ്തെടുക്കരുത്. മുട്ടയുടെ ഈ മുകൾ ഭാഗം മൂടി പോകാൻ പാടില്ല. ഈ മുട്ടയുടെ സൈഡിലേക്കും കൂടി ചെറുതായിട്ടൊന്ന് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഈ സവാളയിൽ ഇതൊന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉള്ളിക്കിളിക്കൂടിനുള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ മുട്ടയുടെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മളിത് എണ്ണയിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിലേക്ക് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സവാള കുറച്ചെടുത്തിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ പകുതിയും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ഇത് എണ്ണയിലിട്ട വഴിക്ക് തന്നെ നമ്മളിത് ഇളക്കാനൊന്നും പാടില്ല. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഈ സവാള പെട്ടെന്ന് തന്നെ അതിൽ നിന്നൊക്കെ വിട്ട് പോരും. അത് കാരണം കൊണ്ട് ഇതിൻ്റെ അടിഭാഗം നല്ലപോലെ സെറ്റായതിന് ശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ കയ്യിൽ വെച്ച് ഇളക്കുന്നതിന് പകരം പാത്രം കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്താൽ മതി. അതുപോലെ വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ചേർത്തിട്ടുള്ള കടലമാവൊന്നും ശരിക്ക് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറി വരില്ല. അപ്പോൾ തീ കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതിന് ചെറിയൊരു കരിഞ്ഞ ടേസ്റ്റ് പോലെ ആവും. അത് കാരണം കൊണ്ട് തീ വളരെ ചെറുതാക്കി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്കിപ്പോൾ അടിഭാഗം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ തിരിച്ചിടുമ്പോൾ ഇതിനകത്തേക്ക് എണ്ണ കയറുമെന്ന് സംശയം ഉണ്ടായിരിക്കില്ലേ? പക്ഷേ അതല്ല, എണ്ണയൊന്നും കയറില്ല. നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മളിത് എടുക്കുക. അത് കാരണം കൊണ്ട് ഇതിനകത്ത് എണ്ണയൊന്നും കയറില്ല. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. നമ്മളിത് വളരെ ചെറിയ തീയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു 5-10 മിനിറ്റോ എടുക്കും ഇത് മുഴുവനായിട്ടൊന്ന് മുരിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ ധൃതി കൂട്ടി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ ആ കടലമാവിൻ്റെയും മൈദയുടെ ഒന്നും ആ ഒരു പച്ചപ്പ് വിട്ട് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ രണ്ട് സൈഡും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം കേട്ടോ, അതിൻ്റെ അടിഭാഗം ഒന്ന് റെഡി ആയതിന് ശേഷം മാത്രം നമ്മൾ ആദ്യത്തെ തവണ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ എപ്പോഴെപ്പോഴും തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 1-2 തവണ മാത്രം ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ റൗണ്ട് ഇട്ടിട്ടുള്ള ഉള്ളിക്കിളിക്കൂട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെ മുട്ടയുടെ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മളിത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് എന്തെങ്കിലും എണ്ണ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഇതിനകത്ത് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ. ഇതിലുള്ള എണ്ണ പെട്ടെന്ന് തന്നെ നമ്മളിത് വറുത്ത് കോരി എടുക്കാൻ കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ എണ്ണയൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അളവിൽ നമുക്ക് ഇതുപോലെ 4 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിക്കിളിക്കൂടെല്ലാം ഞാൻ എണ്ണയിൽ നല്ലപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും മറക്കാതെ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടുതൽ വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.